പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, ഫ്രണ്ട്സിന് മനസ്സിലാക്കി കൊടുക്കണം. ദാ കണ്ടോളൂ, ഇതാണ് ആ കെമിക്കൽ. ഒരു നോർമൽ തിരിച്ചറിവുള്ള മനുഷ്യന്റെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യും. ഇതാണ് ന്യൂറോൺസ്. അതോടുകൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം ബ്ലോക്ക് ആവും, നമുക്ക് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാൻ പറ്റാതാവും. ഇതാണ് സയൻസ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ലഹരി പദാർത്ഥം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച വ്യക്തികളുണ്ടെങ്കിൽ ഓർത്തോളൂ, ഇന്ന് ഈ നിമിഷം നീ അത് മതിയാക്കിയാൽ ദൈവം നിനക്ക് മറ്റൊരു ജീവിതം തരും. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നീ എന്ന് പറയുന്ന സൃഷ്ടി ഒരു വേസ്റ്റ് ആയിരുന്നു എന്ന് അള്ളാഹുവിന് തോന്നിക്കുന്ന രീതിയിലായി മാറിപ്പോകും. ഒരു കുട്ടി പോലും ഉപയോഗമില്ലാതായി വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കയറുന്നു. ലൈറ്റ്സ് ഓൺ പ്ലീസ്. ലൈറ്റ്സ് ഓൺ. ഓക്കെ, നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കയറുന്നു. ഇനി നമുക്ക് 2 പാർട്ടുകളിലൂടെയാണ് കയറാനുള്ളത്. ഇതുവരെയ്ക്കും അള്ളാഹു ആരെയും സ്പർശിച്ചില്ല, വരും സമയങ്ങളിൽ സ്പർശിക്കും. All of you sit right. നേരെ ഒന്നിരുന്നേ. ഞാൻ മെഡിറ്റേഷന് ക്ലാസ് എടുക്കും, സമയമില്ല. സിറ്റ് റൈറ്റ് പ്ലീസ്. IPS-ഉം IFS-കാരും പട്ടാളക്കാരൊക്കെ ഇരിക്കുന്ന കണക്ക് നട്ടെല്ലൊന്ന് നിവർത്തി വെച്ചൊന്നിരുന്നേ ഒരു സെക്കൻഡ് നേരം. 100 വയസ്സ് വരെ ഈ വണ്ടി ഓടിക്കണമെങ്കിലൊന്ന് ഇരിക്കുക. ടേക്ക് എ ലോങ് ബ്രീത്ത്. നല്ലൊരു ഓക്സിജനകത്തേക്ക് എടുത്തേ. Keep the air inside your lungs for 2 seconds, 3 seconds, 4 seconds. Exhale slowly. കഴിയുമെങ്കിൽ 1 മിനിറ്റിൽ 15 പ്രാവശ്യത്തിനകത്ത് മാത്രം ശ്വാസം വലിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ പോയൊന്ന് പരിശോധിച്ച് നോക്കുക. 35-40 പ്രാവശ്യമാണ് വലിച്ചു തള്ളുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങുന്നു അടുത്ത പാർട്ട്. നീ നിന്റെ ഉമ്മയെ കണ്ടിട്ടുണ്ടോ മോളെ? നിന്റെ ഈ കണ്ണുകൊണ്ടല്ല, നീ ബാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വീട്ടിലുള്ള നിന്നെ പ്രസവിച്ച് വളർത്തിയ ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഉമ്മയുടെ സ്വപ്നം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിന്റെ വാപ്പയെ നീ കണ്ടിട്ടുണ്ടോ? നിന്റെ അച്ഛനെ? ഈ കണ്ണുകൊണ്ട് അച്ഛന്റെ മുഖമല്ല, അദ്ദേഹത്തിന്റെ സ്വപ്നം, അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇന്ന് കുറെ പേര് ഇനി ചാടിയിറങ്ങി. ഉമ്മയുടെ സ്വപ്നം ഉമ്മയുടെ കയ്യിൽ, വാപ്പയുടെ സ്വപ്നം വാപ്പയുടെ കയ്യിൽ, എന്റെ സ്വപ്നം എന്റെ കയ്യിൽ. നിനക്ക് മക്കൾ ജനിക്കും, അതേ ജീനുകളും DNA-കളും നിന്റെ മക്കളിലേക്ക് എത്തിച്ചേരും. അവർ കൃത്യമായി പറയും, എന്റെ സ്വപ്നം എന്റെ വഴിക്ക്, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു തരിക എന്റെ ജോലിയല്ല. അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നിനക്കങ്ങനെ പോകാം. അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ് നീ വളർന്നുയർന്ന നല്ല നിലയിൽ എത്തുക, നല്ല വിദ്യാഭ്യാസം നേടുക എന്ന്. ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് കണക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ എൻ്റെ മാതാപിതാക്കളായ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് കണക്ക് കൂട്ടൂ. ദാ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള TV പരിപാടികളാണ് ഈ എഴുതിയിരിക്കുന്നത്. പ്രവാസി സഹോദരൻ ഗൾഫിൽ കിടന്ന്, കുവൈറ്റിൽ കിടന്ന്, സൗദി അറേബ്യയിൽ കിടന്ന്, ദുബായിൽ കിടന്ന്, ലേബർ ക്യാമ്പിലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു എൻ്റെ വീട്ടിൽ പ്രൈം ടൈമിൽ എൻ്റെ മക്കളും കുടുംബവും പാഠം പഠിക്കുന്നു 7 മണി മുതൽ 10 മണി വരെ എന്ന്. 7 മണി മുതൽ 10 മണി വരെയുള്ള TV പരിപാടികളാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം, നിങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞ D3 ഡാൻസ്, D4 ഡാൻസ് അല്ലെങ്കിൽ വേറെ സീരിയലുകൾ, ഏത് പരിപാടിയാവട്ടെ, 8 കോടീശ്വരൻ 8 മണി തൊട്ട് 9 മണി, മാതാപിതാക്കൾ കാണട്ടെ, പാരൻസ് കാണട്ടെ. TV പാരൻസ് കാണാനുള്ളവരാണ്, അവർ വയസ്സായി. പക്ഷെ പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾ വിളിച്ചു പറഞ്ഞ ഓരോ ഉത്തരങ്ങളും ഇതിനകത്ത് ബുദ്ധിയുള്ളവന് മനസ്സിലാകും എത്ര സമയമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന്. ഒന്ന് എല്ലാവരും ഒന്ന് ഏറ്റു പറയുമോ? സമയം ജീവിതമാകുന്നു. ഇന്ന് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ സ്വന്തം ജീവിതം തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിയാൽ ഇരിക്കുന്ന പല സഹോദരന്മാർക്കും മനസ്സിലാകും, കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് എത്രയോ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ ഫലമാണ് അള്ളാഹു പടച്ചോൻ നിങ്ങളെ ഒരിടത്തും കൊണ്ടെത്തിച്ചിട്ടില്ല. ഇന്നിവിടെ മുൻപിലിരുന്ന പ്രായപൂർത്തിയുള്ള വയസ്സായ മനുഷ്യർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. അവർ യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരിൽ പലരും ജീവിച്ചിട്ടില്ല. അതറിയാമോ? അറിയില്ല. 30 വർഷം ഗൾഫിൽ കിടക്കുന്ന മനുഷ്യൻ എന്നാ പോയത്? 20 വയസ്സിൽ ഗൾഫിൽ പോയി.
ഏറ്റവും നല്ല യൗവനം എന്ന് പറയുന്ന പ്രായത്തിന്റെ 30 വർഷക്കാലവും ഗൾഫിൽ പണി ചെയ്ത് 50-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ അവൻ ഇവിടെ വന്നു. അവൻ നല്ലൊരു ജീവിതം ജീവിച്ചിട്ടില്ല. ചിലരോട് ചോദിക്കും എത്ര വർഷം കുടുംബം ജീവിച്ചു? അത് വർഷത്തിൽ ഒരു പ്രാവശ്യം 1 മാസം ലീവ് കിട്ടും. നല്ല കാര്യം. പോവരുത്. ആയിരിക്കുന്ന കുട്ടികൾ ഇവിടെ ഇരിക്കുക. ഇപ്പൊ വിടാം നിങ്ങളെ, ഇങ്ങോട്ട് പൊക്കളയരുത്. ഒരു കാര്യം കൂടെ ചോദിക്കാണ്, എത്ര വർഷം കൊണ്ട് ജീവിക്കുന്നു? എത്ര വർഷം വരുന്നു? അത് 1 മാസം 1 വർഷം. ഇനി കണക്ക് കൂട്ടാൻ അറിയാന്നുള്ള എന്റെ സഹോദരങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയേ. കഴിഞ്ഞ 30 വർഷത്തിനകത്ത് ഈ സഹോദരങ്ങളിൽ പലരും നാട്ടിൽ വന്നത് 30 പ്രാവശ്യം. 30 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 30 മാസം. 30 മാസം കണക്ക് കൂട്ടിയാൽ 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷം. 30 വർഷക്കാലം ജീവിച്ച മനുഷ്യൻ കുടുംബത്തിനോടൊപ്പം ജീവിച്ചത് 2.5 വർഷം മാത്രമാണ്. പിന്നെ അവൻ 30 വർഷം കഴിഞ്ഞ് വന്നത് കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, ബാക്കിയുള്ള രോഗം, ആൻജിയോപ്ലാസ്റ്റി, ബാക്കി പലതും. ഇങ്ങനെ വരുന്ന വാപ്പയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ജീവിക്കാനോ നല്ലൊരു റിസൾട്ട് വാങ്ങിച്ചു കൊടുക്കാനോ കഴിയാത്ത മക്കൾമാരെ ദൈവം വെറുതെ വിടില്ല മോളെ, മറക്കണ്ട. ഇനി നീ ഒരു ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക്. പഠിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇപ്പൊ ചിലർക്കൊരു അസ്വസ്ഥത വരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ മോഹൻലാലോ മമ്മൂട്ടിയാണോ വന്നിരുന്നെങ്കിൽ ഇപ്പൊ അടിച്ചു പൊളിച്ചേനെ. റിയാലിറ്റി ഷോ, സിനിമ. ഇത് റിയാലിറ്റി ഓഫ് ലൈഫാണ്, ജീവിതത്തിന്റെ റിയാലിറ്റി ഷോ ആണ്. ഇവിടെ 2 പേരാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാനും, 2 നിങ്ങളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം കാണാൻ പറ്റുന്ന നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ അള്ളാഹു. അത് അകക്കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റൂ. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പ്രവാചകനായ നബി തിരുമേനി പറഞ്ഞത്, ആത്മാവിൽ ശുദ്ധിയില്ലാത്തവന്മാരുടെ മുമ്പിൽ വചനങ്ങൾ, ആയത്തുകൾ പറയരുത്. എന്നെ കൊണ്ട് നീ പറയിപ്പിക്കും. നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ മാത്രമല്ല, ദൈവം നിനക്ക് തരാൻ പോകുന്ന ശിക്ഷകളും കൂടെ കാണാൻ പോവുകയാണ് നീ. അതും കൂടെ നീ ഇപ്പൊ കാണും. ഇപ്പൊ കാണും അടുത്ത 10 മിനിറ്റിനുള്ളിൽ. അതിനു മുമ്പ് ഈ തലമുറ പലരും നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകൾ എത്രയെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതേ ഉള്ളൂ ഞാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, ചിന്തിക്കുന്നവർക്കേറെ ദൃഷ്ടാന്തമുണ്ട്, നല്ലത് ചിന്തിക്കാത്തവൻ ഒരു ദൃഷ്ടാന്തവും ഇല്ല. ദാ ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയുള്ള ഈ പരിപാടിയുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ മക്കൾ ഇരുന്നാൽ ഒരു ദിവസം 3 മണിക്കൂർ നഷ്ടം. ശരിയാണോ തെറ്റാണോ? അപ്പൊ ചില വക്രബുദ്ധിയുള്ള മക്കൾമാര് ഉമ്മയോട് പറയും, അത് ഞാൻ 1 മണിക്കൂറല്ലേ ഇരിക്കുന്നുള്ളൂ, ഞാൻ ഇന്ന പരിപാടിക്ക് മാത്രമല്ലേ ഇരിക്കുന്നുള്ളൂ എന്ന്. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇനി എന്റെ ചോദ്യം, ഈ D3 ഡാൻസ്, D4 ഡാൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടീശ്വരൻ 8 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ കറക്റ്റ് 8 മണിക്കാണോ നിന്റെ മെമ്മറിയിലേക്ക് അതിന്റെ ഓർമ്മകൾ ഇമേജുകളായി വരുന്നത്? അതോ കുറെ കൂടെ നേരത്തെ വരുമോ? പെട്ടെന്ന് വരണം, പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം, ഷോ വരും, ഈ പ്രോഗ്രാം കാണണം, അതുകൊണ്ട് നേരത്തെ പണിയൊക്കെ തീർക്കണം എന്ന ഓർമ്മ നേരത്തെ വരുമോ? കൃത്യം 8-ന് വരുമോ? നേരത്തെ വരും. മിടുക്കി. ഇനി കൃത്യം 9 മണിക്ക് ഷോ തീർന്നാൽ കൃത്യം 9 മണിക്ക് ഇത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമോ? കുറെ നേരം കൂടെ ഇത് വീണ്ടും നിൽക്കുമോ? കുറെ നേരം കൂടെ നിൽക്കും. മാതാപിതാക്കളും കുട്ടികളും ആരും പൊക്കളയരുത്. അവസാനം അത്ഭുതങ്ങൾ നടക്കും. ഇത് തീരാൻ സമയത്തിന് കുറച്ചു മുമ്പ് ഇതിനകത്ത് വൻ അത്ഭുതം നടക്കും. അതിന് ഭാഗ്യം കിട്ടുന്നവർ വളരെ കുറച്ചു പേർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാകൂ. അത് മറക്കണ്ട. അപ്പം 9 മണി കഴിഞ്ഞാൽ വീണ്ടും കുറെ സമയം മനസ്സിലുണ്ടാകും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തുടങ്ങുന്ന ഷോയെ കുറിച്ച് 7 മണി കഴിയുമ്പോഴേ ഓർമ്മ വരുന്നു. 9 മണിക്ക് തീർന്നാലും 10 മണി വരെ അതിന്റെ കുറെ ഇമേജുകൾ തലയിൽ കിടക്കുന്നു. ഇത് തന്നെയല്ലേ പറഞ്ഞത്? ആണോ അല്ലയോ? ഉറക്കപ്പറ. അതെ. അങ്ങനെ വന്നപ്പോ 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ ഇൻറ്റു ഒരു കുട്ടിയുടെ സ്കൂളിലെ 10ാം ക്ലാസിന്റെ സമയം 200 ദിവസമാണ്. അങ്ങനെ 200 ദിവസം സമയം സമം 600 മണിക്കൂർ 10ാം ക്ലാസ്സിൽ പോയി. 10ാം ക്ലാസ്സിൽ പലതും പഠിപ്പിച്ചിട്ട് തലേ കയറുന്നില്ല. പലർക്കും 10ാം ക്ലാസ്സിൽ പല പാഠഭാഗങ്ങളും പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ശരിയല്ലേ? കാരണം 9ാം ക്ലാസ്സിൽ ഇതുപോലെ 600 മണിക്കൂർ പോയി. 9ാം ക്ലാസ്സിൽ 600 പോയി, 8ാം ക്ലാസ്സിൽ 600 പോയി. +1 + 2 പഠിപ്പിക്കുന്ന പിള്ളേർക്ക്
+1 +2 600 വീതം പോയി കുറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിന്റെ മക്കളുടെ 3000 മണിക്കൂറുകളാണ് നാട്ടുകാരന്മാർ കൊണ്ടുപോയത്. ഖുറാനിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള 4 വാക്കുകൾ ഞാൻ കണ്ടെത്തി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഖുറാൻ മൊത്തത്തിൽ ചേർത്ത് വെച്ചാൽ 4 വാക്കുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഉറപ്പായി സ്വർഗത്തെത്താം. 4 വാക്കുകൾ വേണോ? ഇവിടെ അഹങ്കരിക്കാത്തവനും, ഒന്ന് പറഞ്ഞേ. ഇവിടെ നാശം വിതയ്ക്കാത്തവനും, സുകൃതം ചെയ്യുന്നവനും, സൂക്ഷ്മതാബോധമുള്ളവനും. ഇനി സൂക്ഷ്മതാബോധം വെച്ച് നീ കണക്ക് കൂട്ടിയേ. നിന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3000 മണിക്കൂറാണ് നഷ്ടപ്പെടുത്തിയെങ്കിൽ ആ കുട്ടിയെ നീ എങ്ങനെ MBBS ഡോക്ടറാക്കും? ആലോചിക്കും. അപ്പൊ വാപ്പ കാണുമ്പോൾ, ഉമ്മ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, പഠിത്തം. പക്ഷെ അകം എന്ന് പറയുന്ന മനസ്സ് സബ്ജക്റ്റിലല്ല, ആ പുസ്തകത്തിലല്ല. അതുകൊണ്ടാണ് നബി തിരുമേനി വേറൊരു രീതി പറഞ്ഞത്, നീ ഖുർആൻ ഓതുമ്പോൾ നിന്റെ ആത്മാവും മനസ്സും അതുമായിട്ടില്ല എങ്കിൽ നീ അതിനെ തൊട്ട് മടക്കി വെച്ചിട്ട് എണീച്ച് പോവാൻ. നീ അവിടെ ഇരുന്ന് പഠിച്ചിട്ടൊന്നും വലിയ ഉപയോഗമില്ല എന്ന്. അപ്പൊ ഇത്രയും മണിക്കൂറുകൾ നിങ്ങളുടെ മക്കൾ നശിപ്പിച്ചുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മണിക്കൂർ പോയി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ പകൽ സമയത്തുള്ള മൊബൈൽ ഒരക്കലുകളും ബാക്കി വായ്നോട്ടങ്ങളും. അങ്ങനെ 10,000-കണക്കിന് മണിക്കൂറുകൾ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വലിയ കസേരയിലിരിക്കാൻ ദൈവം കൊടുത്ത അവസരത്തിനെ ഇല്ലാതാക്കിയതിന്റെ ഫലം 2 നഷ്ടം വരും. എന്താണെന്നറിയാമോ? 1 അവരുടെ ജീവിത പരാജയം, 2 ഈ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ജീനുകൾ ഉണർത്താത്തത് കൊണ്ട്. നല്ല കഴിവുള്ള ക്യാരക്ടേഴ്സിനെ ഉണർത്തുന്ന ജീനിനെ പറയുന്ന പേരെന്താ? ഡോമിനന്റ് ജീൻ. എസ് ഓർ നോ? ഡോമിനന്റ് ജീൻ എന്ന് കേട്ടിട്ടുള്ള ഒരു കൈപൊക്കിയെ 10ാം ക്ലാസ്സിൽ കിടപ്പുണ്ട്. സന്തോഷം. ആ ഡോമിനന്റ് ജീൻ, എന്റെ മകൻ നന്നായി പഠിക്കും, അപ്പൊ പഠനത്തിന്റെ ജീൻ ഡോമിനന്റ്. എന്റെ മകന് നല്ല മെമ്മറി പവർ ആണ്, ഡോമിനന്റ് ജീൻ. അതിന്റെ ഓപ്പോസിറ്റ് ജീൻ ഡൗൺ ആകും. അതിന്റെ പേരെന്താ? മിടുക്കൻ, റിസസീവ് ജീൻ. അപ്പൊ നിന്റെ മറവിയുടെ ജീൻ ഡൗൺ ആവും, നിന്റെ അലസതയുടെ ജീൻ ഡൗൺ ആകും. അതുകൊണ്ടുള്ള ഗുണം എന്താ? നിന്റെ മക്കൾ ചെറുതിലെ തന്നെ മിടുക്കരായിരിക്കും. വല്ലതും മനസ്സിലായ? അപ്പൊ മക്കൾ ചെറുതിലെ മിടുക്കരാകണമെങ്കിൽ എന്റെ 24 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഏറ്റവും നല്ല ജീനുകളെയും ക്യാരക്ടേഴ്സിനെയും ഇന്നു മുതൽ അടുത്ത 5 വർഷക്കാലം ആക്റ്റീവായി ഉണർത്തിയാലേ, നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളെ കിട്ടും. ഐ ബെറ്റ് യു. ഞാൻ പഠിച്ചിട്ട് പറയുന്നതാണ്. എന്റെ ആഗ്രഹം നിനക്ക് കിടില മക്കൾ ജനിക്കണമെന്നാണ്. APJ അബ്ദുൽ കലാമിനെ പോലെ. അവരുടെ ഉമ്മയും ബാപ്പയും 2ാം ക്ലാസ് 3ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, സ്കൂളിൽ പോലും പോയിട്ടില്ല. എങ്ങനെ അബ്ദുൽ കലാം ഉണ്ടായി? അതാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്. മനസ്സിൽ ആഗ്രഹം വേണം. അതൊന്നും പറയാൻ സമയമില്ല. അപ്പോ ഈ 3000 മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നു, അതിനേക്കാൾ കൂടുതൽ സമയം നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളവർക്ക് കൈപൊക്കാം, താത്തിട്ടോളൂ. അപ്പൊ 1ാമത്തെ കാര്യം ചീട്ട് കീറി. എന്താ? 2 ക്യാൻസറിന്റെ കാര്യം ബോധ്യപ്പെട്ടു. 2 പരീക്ഷയുടെ വിജയം. വിജയം വരുവോ പരാജയം വരുവോ? പരാജയം. ഇനി 3 എണ്ണം കൂടെ പ്രൂവ് ചെയ്യാനുള്ളൂ. 2 എണ്ണം കിട്ടി. 3 നിനക്ക് നല്ല മക്കൾ ജനിക്കണം. നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ കാണിക്കാൻ പോവാണ്. അതിനു മുമ്പ് ടൈറ്റ് ജീൻസ്. ടൈറ്റ് ജീൻസ് ഉള്ള, കല്യാണം കഴിക്കാത്ത, താഴോട്ട് പ്രായമുള്ള എല്ലാ ആൺകുട്ടികളും ഒന്ന് കൈപൊക്കി. പൊക്കടാ, പൊക്കത്തു. +2 ബയോളജി 3ാമത്തെ അധ്യായം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. റൈറ്റ് റൈറ്റ്, ഉറക്കെ പറയൂ. 2ാമത്തെ പേജ് ടെസ്റ്റിസിന്റെ പടം. റൈറ്റ്. ഫസ്റ്റ് പാരഗ്രാഫ് 2ാമത്തെ ലൈൻ മുതൽ ഒരു 5ാമത്തെ ലൈൻ വരെ. അല്ലാഹു എന്ന് ബയോളജി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പുരുഷന്റെ ടെസ്റ്റിസ് ബോഡിയുടെ പുറത്ത് വെളിയിൽ വെച്ചിരിക്കുന്നതിന് കാരണം 2 to 5 ഡിഗ്രി ടെമ്പറേച്ചർ കുറച്ച് മാത്രമേ ടെസ്റ്റിസിൽ അടിക്കാൻ പാടുള്ളൂ.
ഇത് ഞാൻ പറഞ്ഞത് ശരി എന്നുള്ളവർക്ക് കൈപൊക്കാം. ശരിയെങ്കിൽ കൈപൊക്ക്. കാരണം നീ കൈപൊക്കിയാലേ ഇവരൊക്കെ വിശ്വസിക്കൂ. താത്വേ ബയോളജി സയൻസ്, മെഡിക്കൽ സയൻസ് പറയുന്നു പുരുഷന്റെ ടെസ്റ്റക്കിൾ ദൈവം വെളിയിൽ പിടിപ്പിച്ചത് 2 മുതൽ 5 ഡിഗ്രി ചൂട് കുറച്ച് മാത്രമേ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ടെസ്റ്റിസിൽ അടിക്കാൻ പാടുള്ളൂ. ചൂട് കൂടിപ്പോയാൽ DNA ചത്തുപോകും, DNA ഡീനേച്ചർ ആകും, സ്പേംസ് ചത്തുപോകും, കൗണ്ടില്ല, ആക്ടിവിറ്റി ഇല്ല. ഇനി ഉമ്മമാരും വാപ്പമാരും പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തതും അല്ലാതെ ഗിഫ്റ്റ് കിട്ടിയതുമായ ടൈറ്റ് അണ്ടർ ഗാർമെന്റും ടൈറ്റ് ജീൻസും ഇട്ടുകൊണ്ട് ഈ 41 ഡിഗ്രി ചൂടിൽ യൂറോപ്യൻകാര് അവര് കാണിക്കുന്ന അഭ്യാസങ്ങൾ ഇവിടെ അനുകരിച്ച് നടക്കുന്ന അറബികൾ പോലും അവിടെ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. ഈ കേരളത്തിൽ അനുകരിച്ച് അടിമകളായി നടക്കുന്ന എന്റെ ആ മക്കളോടുള്ള എന്റെ ചോദ്യം, പടച്ചോൻ നിനക്ക് അടുത്ത തലമുറ മക്കൾ ജനിപ്പിക്കാൻ തന്നിരിക്കുന്ന ടെസ്റ്റിക്കിൾ ചൂടടിച്ച് ആ ബീജങ്ങളും ടെസ്റ്റിസിന്റെ ജാമിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവും ഡാമേജ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്കെങ്ങനെ നല്ല മക്കൾ കിട്ടും? എസ്സോർണോ മിണ്ടൂല. 1500 വർഷങ്ങൾ 400 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പോലും പോയിട്ടില്ല എന്ന് പറയുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പഠിപ്പിച്ചു അയഞ്ഞ വസ്ത്രം ധരിക്കണമെന്ന്. പുള്ളിമണ്ടൻ. നമ്മൾ കുറെ മൊബൈലുകൾ ഇങ്ങോട്ട് കയ്യിൽ വന്നപ്പോ 3Gയും 4Gയും 5Gയും വന്നപ്പോ വാപ്പ കൊള്ളൂല, ഉപ്പാപ്പ കൊള്ളൂല, സാർമാര് കൊള്ളൂല, ഉസ്താദ് കൊള്ളൂല, പ്രവാചകന്മാര് കൊള്ളൂല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ. നീ വിചാരിച്ചാൽ ഒരു മൺതരി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ദൈവം നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ചാണ് ഈ 3Gയും 4Gയും 5G ഒക്കെ കണ്ടുപിടിക്കുന്നൊരു തിരിച്ചറിവെങ്കിലും വേണം. ആലോചിച്ച് നോക്ക്. അപ്പോ ടൈറ്റ് ജീൻസും ടൈറ്റ് ഡ്രസ്സും ഇട്ട് ആൺപിള്ളേരിൽ പലരും അവരുടെ അടുത്ത തലമുറ മക്കളെ എങ്ങനെയാണ് ജന്മം കൊള്ളാൻ പോകുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. പല സ്ഥലത്തും ജനിക്കുന്നുണ്ട് ഇങ്ങനെ. ഒന്ന് ക്ലീൻ ആക്കാം. നമ്മുടെ ഉപ്പുപ്പ നമ്മുടെ ഉമ്മുമ്മയിൽ സൃഷ്ടിച്ചപ്പോ, നമ്മുടെ വാപ്പ ഉമ്മ പ്രസവിച്ചപ്പോ അല്ലെങ്കിൽ ഉമ്മയെ പ്രസവിച്ചപ്പോൾ, വാപ്പയെ പ്രസവിച്ചപ്പോൾ നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലും ചില സ്ഥലങ്ങളിലുണ്ട് ജനിച്ച കുഞ്ഞിന് 4 കിലോ, 3.5 കിലോ, 4.5 കിലോ. കേട്ടിട്ടുള്ള ഒരു കൈപൊക്കി. സന്തോഷം. ഇത് നല്ല വിത്ത് ചെന്നതുകൊണ്ട് സംഭവിച്ചു. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും ജനിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങളുടെ വെയിറ്റ് അറിയാമോ? 3, 2.25, 2.5, 2, 1.25. കേട്ടിട്ടുണ്ടോ? കൈ പൊക്കണ്ട. എവിടെ പോയി ബാക്കി വെയിറ്റ്? ഗുണനിലവാരമില്ലാത്ത വിത്തിട്ടതിന്റെ ബലമാണ്. എന്നിട്ട് പെങ്കൊച്ചിനെ കുറ്റം പറയരുത്, ഭാര്യയെ കുറ്റം പറയരുത്. സ്വന്തം വിത്ത് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാം കൊണ്ട് പെങ്കൊച്ചുങ്ങളുടെയും ഭാര്യമാരുടെയും തലയെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് മുമ്പ് ചില സ്ഥലങ്ങളിൽ എന്നെ വിളിക്കുമ്പോ പറയും പെങ്കൊച്ചിനെതിരെ ആഞ്ഞടിച്ചോളണേ എന്ന്. എവിടെ അടിക്കും? ഞാൻ അടിക്കില്ല, ഞാൻ സത്യം പറയും. സത്യം പറഞ്ഞില്ലെങ്കിൽ പടച്ചോ എന്നോട് ദേഷ്യപ്പെടും. ദാ കണ്ടോ നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ. അതിനു മുമ്പ് മോളെ നിന്റെ പണി, നിനക്ക് പടച്ചോൻ തരാൻ പോണ പടിയും കൂടെ കേൾക്കണം. ആൺകുട്ടിക്ക് ഇത്രയേ ഉള്ളൂ പ്രശ്നം. എന്താ പ്രശ്നം? നല്ല വിത്തിടാൻ പറ്റൂല. ടൈറ്റ് ജീൻസ് വാങ്ങിച്ചു കൊടുത്ത് പർദ്ദക്കടിയിൽ ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. ആരും കാണുന്നില്ലല്ലോ, എന്നാ പിന്നെ ഇട്ടേക്കാമെന്ന്. എന്നാൽ അവർ അവരെ തന്നെ കൊല്ലുകയാണെന്നുള്ള കാര്യം അവരറിയുന്നില്ല. ഇതാ കേട്ടോളൂ. ടൈറ്റ് ജീൻസ് ഉള്ളവരെയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ എഴുതിയും കഴിഞ്ഞു. എന്റെ ചോദ്യം, പെൺകുട്ടി വളർന്നു കഴിഞ്ഞ പ്രായമാണോ വളരുന്ന പ്രായമാണോ? ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്നെ കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറയാൻ, അല്ലെങ്കിൽ നല്ലത് പറയാനാണെങ്കിൽ നല്ലത് പറയാൻ. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടത് വെച്ചോണ്ട് പറയരുത്. ഇത് ഇന്നു മുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗിഫ്റ്റായി മാറും, ഇല്ലെങ്കിൽ നാശവും നഷ്ടവുമായി മാറും. പെൺകുട്ടികൾ വളരുന്ന പ്രായമാണോ വളർന്നു കഴിഞ്ഞ പ്രായമാണോ? UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി? പെട്ടെന്ന് പറ. വളരുന്ന പ്രായം. നമ്മളെല്ലാം ഒരു കുടുംബം എന്ന് വിചാരിച്ചാ ക്ലാസ് എടുക്കുന്നത്. ഇതിനകത്ത് ആരൊക്കെ ഇരുന്നാലും നമ്മളെല്ലാവരും ഒരു കുടുംബം, ഒരാത്മാവിൽ നിന്നുള്ള സൃഷ്ടി എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ വളരുന്ന പ്രായം. ഈ വളരുന്ന പ്രായത്തിൽ സന്തോഷം, ഇതെങ്കിലും നീ കുഞ്ഞെടുത്ത് തരാൻ മനസ്സ് കാണിച്ചല്ലോ. ഇന്ന് പല ആമ്പിള്ളേരും കുനിയില്ല. അഹങ്കാരം, നിഷേധം, അനുസരണയില്ലായ്മ, തോന്നിയവാസം, താൻ തോന്നി.
അവന്റെയൊക്കെ മക്കൾ എങ്ങനെ ഇരിക്കും അടുത്ത തലമുറ? ഇതിനേക്കാൾ തരികിട. ഇതാ കേട്ടോ, ഒരു പെൺകുട്ടി വളരുന്ന പ്രായമാണ് UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. ഈ വളരുന്ന പ്രായത്തിൽ ഈ കൊച്ചുങ്ങൾക്ക് ടൈറ്റ് ജീൻസ് വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോ ഈ പെൽവിക്സ് എന്ന് പറഞ്ഞ ഇടുപ്പ് വികസിക്കുമോ ചുരുങ്ങുമോ? ഉറക്കപ്പറ, ചുരുങ്ങും. അപ്പൊ അതിനകത്ത് അള്ളാഹു അടുത്ത തലമുറ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ തന്നിരിക്കുന്ന യൂട്രസ് എന്റെ അമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ യൂട്രസ് സൈസ് ചുരുങ്ങുമോ വികസിക്കുമോ? ഉറക്കപ്പറ. ആ ബാക്കിലിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ ഇല്ലേ. ഏറ്റവും ലാസ്റ്റ് ലൈൻ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈവെക്കുവോ? ആ, അവിടെ ആളുണ്ട്, ഞാൻ വെച്ച് ഉറങ്ങുകയാണെന്ന്. ഓക്കെ, ചുരുങ്ങുമോ വികസിക്കുവോ? ഉറക്കെ ചുരുങ്ങും. ഇനി എന്റെ ചോദ്യം, നല്ല മിടുക്കനായ ഒരു മിടുക്കർ കുട്ടികളുള്ള കുടുംബങ്ങളുണ്ട്. നമ്മള് തങ്ങളെ കുടുംബം, ഇബ്രാഹിം കുടുംബം, ഇമ്രാൻ കുടുംബം, ഇവിടെയൊന്നും അല്ല, ഖുർആനിൽ എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളിലെ ഒരു പയ്യനെ കിട്ടിയാൽ അവന്റെ വിത്ത് കിടുകിടുലമായിരിക്കും. ശരിയാണോ? ശരിയാണ്. നമ്മുടെ ആക്രി പിള്ളേർക്കൊന്നും അത് ഇപ്പൊ ഒന്നും വരില്ല, കുറെ ശ്രമിച്ചാൽ വരും. ഈ കുട്ടിയുടെ വിത്ത് അവിടെ വീഴുകയും ഇതെന്റെ മക്കളാണെന്ന് വിചാരിക്കൂ. ഈ മോൾമാരുടെ അകത്ത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചുരുങ്ങിയ യൂട്രസിൽ 3 കിലോ 3.5 കിലോ കുഞ്ഞ് വലുതായി വരാൻ തുടങ്ങുമ്പോൾ 7-ാം മാസം 8-ാം മാസം ആയി തുടങ്ങുമ്പോൾ വേദന തുടങ്ങും, പെയിൻ. സ്ഥലമില്ലല്ലോ, ശരിയല്ലേ? അപ്പൊ ഡോക്ടർമാരെന്ത് പറയും? സിസേറിയൻ. മിടുക്കി, ആരോ പറഞ്ഞു സിസേറിയൻ. കേട്ടിട്ടുണ്ടോ? സിസേറിയൻ, വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുക. നമ്പർ 1, സിസേറിയൻ ഈസ് ദി വൺ ഓഫ് ദി റീസൺസ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അഹങ്കാരിയുടെ ഭവനം പടച്ചോൻ തകർക്കും. ഇന്ന് കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുകളിൽ നിങ്ങൾ പോയി ചുറ്റുവട്ടത്തും അയൽവക്കത്തും അന്വേഷിച്ചോളൂ. 10 പേരിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന 10 പേരിൽ 7 പേരോളം സിസേറിയൻ നടത്തിയവരാണ്. 45 വയസ്സിന് മുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. എന്താ കാരണം? പറഞ്ഞു തരാം. നോർമൽ ഡെലിവറി നടക്കുന്ന അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രഷർ മാമറി ഗ്ലാൻഡ്, +2 ബയോളജി, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, 3-ാമത്തെ ചാപ്റ്റർ, 4-ാമത്തെ പേജ്. ബ്രസ്റ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ മാമറി ഗ്ലാൻഡുകൾ, ആൽവിയോളസുകൾ മിൽക്ക് ഇജക്ട് ചെയ്യുകയും പാല് വരികയും ചെയ്യുമെന്ന്. എസ് ഓർ നോ? എന്നാൽ സിസേറിയൻ നടത്തുന്ന അമ്മയെ ബോധം കെടുത്തിയിട്ടിട്ടാണ് കീറുന്നത്. അപ്പൊ പ്രഷർ അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. ബ്രസ്റ്റ് ക്യാൻസർ 1. 2, ഒരു പെൺകുട്ടിക്ക് പടച്ചോൻ കൊടുക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇനി കൊടുക്കാൻ പോകുന്ന ശിക്ഷയാണ് കേൾക്കുന്നത്. ഈ പെൺകുട്ടിയുടെ നട്ടെല്ലിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, സിസേറിയന് മുമ്പ്. എസ് ഓർ നോ? അത് ആ പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നട്ടെല്ല് രോഗി, ബാക്ക് ബോൺ പേഷ്യന്റ് ആക്കി മാറ്റുന്ന ഇഞ്ചക്ഷൻ. രണ്ടാമത് ഒരു കുട്ടിക്കും കൂടെ ബാക്ക് ബോൺ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഡിസ്ക് തേയ്മാനം വരും, ശരീരത്തിന്റെ നട്ടെല്ല് അടിച്ചു പോകും. ആ പെൺകുട്ടി ആ കുടുംബത്തിൽ രോഗിയായി മാറും. 3, ടൈറ്റ് ജീൻസ് ഇട്ടതിന്റെ പോക്ക് പോവുകയാണ്. ടൈറ്റ് ഡ്രസ്, അയഞ്ഞ വസ്ത്രം ധരിക്കണമെന്ന് പ്രവാചകനായ നബി തിരുമേനി പഠിപ്പിച്ചതിന്റെ സയൻസ് പറയുകയാണ്. 3, നമ്മുടെ കാലാവസ്ഥ ചൂടുള്ള കാലാവസ്ഥയാണോ തണുത്ത കാലാവസ്ഥയാണോ? ചൂടുള്ള കാലാവസ്ഥയിൽ ടൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുമ്പോൾ പ്യൂബിക് ഏരിയ എന്ന റീപ്രൊഡക്ടറി ഏരിയയിൽ ചൂട് കൂടുമോ ചൂട് കുറയുമോ? ചൂട് കൂടുമ്പോൾ വിയർപ്പ് കൂടുമോ കുറയുമോ? ചൂടും വിയർപ്പും ഇസ് ദ ബെസ്റ്റ് ബ്രീഡിംഗ് പ്ലേസ് ഫോർ ഫംഗസ്. പൂപ്പൽ അറ്റാക്ക് വരും. ബ്രെഡ് നനച്ച് തുറന്നു വെച്ചാൽ അതിൽ പൂത്തിരിക്കുന്ന കണക്ക് പൂപ്പൽ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫംഗസ്, റൈറ്റ്, പൂപ്പൽ. എന്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. ആൺകുട്ടി പിന്നെയും രക്ഷപ്പെടും. അവന്റെ മലവിസർജ്യ ദ്വാരമായ ഏനസും പെനിസും ഹോള് തമ്മിൽ 10, 15, 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി ഒരു 5-6 സെന്റിമീറ്ററിനകത്ത് ദൈവം അവർക്ക് 3 ഹോളുകളാണ് കൊടുത്തേക്കുന്നത്. അതിലെ 1-ാമത്തെ ഹോൾ യൂറിനറി ട്രാക്ട്. ഈ മൈക്രോബ്സും ഈ പൂപ്പലും വൈറസും ബാക്കി ഏതെങ്കിലും രീതിയിൽ വൃത്തിയും ശുദ്ധിയില്ലാത്ത പെൺകുട്ടിയുടെ യൂറിനറി ട്രാക്റ്റിലൂടെ ഇവ കയറുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കോമൺ ആയി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുക.
യെസ് ഓർ നോ? യെസ്, പുരുഷന്മാർക്ക് ഉണ്ടാവാറില്ല. 2, വജൈനൽ ട്രാക്റ്റിലൂടെ ഇത് കയറുമ്പോഴാണ് സെർവിക്കൽ ക്യാൻസർ, കേട്ടിട്ടുണ്ടോ? യൂട്രസ് ട്യൂമർ, കേട്ടിട്ടുണ്ടോ? റീപ്രൊഡക്ടറി ഹെൽത്ത് എന്ന 4ാമത്തെ പാഠം പഠിച്ചില്ലേ? +2 ബയോളജി 4ാമത്തെ അധ്യായം റീപ്രൊഡക്ടറി ഹെൽത്ത് പഠിച്ചോ ഇല്ലയോ? പഠിച്ചു. അതിനകത്ത് ഫലോപ്പിയൻ ട്യൂബിൽ കുട്ടി സ്റ്റിൽ ബർത്ത്, എക്ടോപിക് പ്രഗ്നൻസി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അടിവയർ വേദന, ഇങ്ങനെ പല സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെ ശുദ്ധിയും വൃത്തിയും ഇല്ലാത്തതിന്റെ ഫലമായി രോഗമയമായി. 4, +2 ബയോളജി 7ാമത്തെ പേജ്, 3rd ചാപ്റ്റർ റീപ്രൊഡക്ടറി ഹെൽത്ത്, 7ാമത്തെ പേജ്, 2ാമത്തെ പാരഗ്രാഫ്, 2 മുതൽ 5 വരെ വാക്യങ്ങൾ, വചനങ്ങൾ, സെന്റൻസ്. എനിക്ക് അച്ഛന്മാരോട് ചോദിക്കാനുള്ളത്, അമ്മമാരോടും, 15 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുവോ? ഉറക്കെ പറയൂ. 12 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുവോ? 10 വയസ്സുള്ളത് പ്രസവിക്കുവോ? ഉറക്കപ്പറ, ഉറക്കപ്പറ. 8 വയസ്സുള്ളത് പ്രസവിക്കുവോ? 5 വയസ്സുള്ളത് പ്രസവിക്കുവോ? സാർ എന്താ വട്ട് പറയുന്ന സാറേ എന്ന് ന്യൂ ജനറേഷൻ പാർട്ടികൾ മുമ്പ് പറയുമായിരുന്നു. മഹാഭാരതം, ഭീഷ്മ പിതാമഹൻ, ഭീഷ്മ സന്ദേശം. അന്ന് ഭീഷ്മ പിതാമഹൻ പറയുന്നു, കലിയുഗത്തിന്റെ മധ്യത്തിൽ 5 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കും, 7 വയസ്സുള്ള ആൺകുട്ടി മുതിർന്ന പുരുഷന്മാരെ പോലെ പെരുമാറും. ഈ അടുത്തിടയ്ക്ക് പത്രത്തിൽ നമ്മൾ വായിച്ചു 12 വയസ്സുള്ള പയ്യൻ അച്ഛനായെന്ന്. വായിച്ചില്ലേ? ഇനി 5 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുമോ ഇല്ലയോ എന്ന് കാണാനും കേൾക്കാനും ഒരല്പം ക്ഷമിച്ചിരിക്കൂ. ഞാൻ ഇതങ്ങ് പറഞ്ഞു തീർത്തോട്ടെ. ഒരു ബയോളജി 3ാമത്തെ അധ്യായം. അമ്മമാര് ശ്രദ്ധിക്കണം. ടൈറ്റ് ജീൻസ് നിങ്ങളുടെ മക്കൾക്ക് ആര് പറഞ്ഞിട്ടാ വാങ്ങിച്ചു കൊടുത്തത്? നബി തിരുമേനി പറഞ്ഞിട്ടാ? ഡോക്ടർമാര് പറഞ്ഞിട്ടാ? സയന്റിസ്റ്റുമാര് പറഞ്ഞിട്ടാ? പിന്നെ ആര് പറഞ്ഞിട്ടാ നിങ്ങളുടെ പെൺമക്കൾക്ക് ജീൻസ് വാങ്ങിച്ചു കൊടുത്തത്? അതിന്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ അനുസരിക്കുന്നില്ല, ഹദീസ് അനുസരിക്കുന്നില്ല, പ്രവാചകനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അതാണ് വിശുദ്ധ ഖുർആൻ 107-ാം സൂറത്ത്. നമസ്കാരക്കാർക്കാണ് ശിക്ഷ വരാൻ പോകുന്നത്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള നമസ്കാരം. അയ്യോ 6:45, അയ്യോ 2 രൂപ ഓട്ടമാണ് ആൾക്കാരെ കാണിക്കാൻ. താങ്ക് യു. ഹൃദയത്തിന്ന് വരണം. അപ്പൊ ഇത് കേട്ടോ, ഒരമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന സിസ്റ്ററിന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ പോലും യൂട്രസും ഓവറിയും ഒവേറിയൻ ഫോളിക്കിളും ആയി കഴിഞ്ഞു. +2 ബയോളജി 3ാമത്തെ അധ്യായം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, 7ാമത്തെ പേജ്, 2ാമത്തെ പാരഗ്രാഫ്, 1ാമത്തെ ലൈൻ. ഒരു പെൺകുട്ടി, അമ്മ പെൺകുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ പെൺകുട്ടിക്ക് ഭാവിയിൽ ജനിക്കാനുള്ള കുഞ്ഞുങ്ങളാകേണ്ട ഒവേറിയൻ ഫോളിക്കിളും ഓവവും കൊണ്ടാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് എന്ന്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. അപ്പൊ ഇനി എന്റെ ചോദ്യം, ഈ പാവം കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ടൈറ്റ് ജീൻസും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൾഫിലും മറ്റ് പല സ്ഥലത്തും കേരളത്തിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അതേ ഇസ്ലാം സഹോദരങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ കൊച്ചുകുട്ടിക്ക് പോലും ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോടൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല, കാരണം എനിക്ക് കിട്ടുന്ന അവസരത്തിലേ ഇത് പറയാൻ എനിക്ക് പറ്റൂ. അങ്ങനെ ആ പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് അടുത്ത കുഞ്ഞിന് ജന്മം നൽകാൻ റെഡിയായാണ്. ആ പെൺകുട്ടിക്ക്, ആ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരെണ്ണത്തിന്റെ കുറവേ ഉള്ളൂ. എനിബടി? ആ കുഞ്ഞിന് പോലും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ ഒരേ ഒരു ഘടകത്തിന്റെ കുറവേ ഉള്ളൂ. ഏതാ? എനിബടി? അല്പമെങ്കിലും സയൻസ് അറിയാൻ നോക്കട്ടെ. ഗർഭപാത്രമൊക്കെ ഉണ്ട് ചേട്ടാ. ഏതാ? സ്പേം. ഓക്കെ, സ്പേം വരട്ടെ. പെൺകുട്ടിയുടെ ബോഡിയിൽ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായാൽ മതി. ഏതാ? അല്ല, ഹോർമോൺ. പെണ്ണിന്റെ ഹോർമോണായ ഈസ്ട്രോജൻ. എന്റെ സഹോദര, ഈ ഹോർമോൺ ഫോം ചെയ്യുക എന്ന് പറയുന്നത് കണ്ണുകളുടെ നോട്ടത്തിലൂടെ ഹോർമോൺ ഫോം ചെയ്യും.
അതാണ് ഇന്ന് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ അശ്ലീല ബ്ലൂ ഫിലിം കണ്ടാൽ ഹോർമോൺ ഫോം ചെയ്യും. ആൺകുട്ടിക്കും ഹോർമോൺ ഫോം ചെയ്യും. 2, ചെവിയിലൂടെ സെക്സ് പറഞ്ഞ് കളിച്ചാൽ ഹോർമോൺ ഫോം ചെയ്യും. 3, 2, 3, 4, 5 വയസ്സുള്ള പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊട്ട് കളിച്ചാലും ഹോർമോൺ ഫോം ചെയ്യും. ഇതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ കാന്തപുരം സാഹിബ് എന്നെ പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, തൊട്ടുകളി വേണ്ട, തൊട്ടുകളി വേണ്ട. ഞാൻ പറയുന്ന തൊട്ടുകളി വേണ്ട, സയൻസിന്റെ തൊട്ടുകളിയാണ്. തൊട്ട് കളിച്ചാൽ, അസ്ഥാനത്ത് തൊട്ട് കളിച്ചാൽ, പ്രത്യേകിച്ച് ചില കിടിലം പയ്യന്മാരായ വക്രബുദ്ധികൾ തൊടേണ്ട രീതിയിൽ തൊട്ടാൽ ഈ പറഞ്ഞ ഹോർമോൺ തലയിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിൽ നിന്ന് GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പുറത്തേക്ക് വരും. എസ് ഓർ നോ? GnRH കേട്ടിട്ടുള്ളവർ കൈവക്കിയേ? സന്തോഷം. ഇതാണ് ഘടകം. ഈ GnRH ആൺകുട്ടിയിലും പെൺകുട്ടിയിലും വരുന്നത് വയറിന്റെ താഴെ നിന്നല്ല, വരുന്നത് തലയിൽ നിന്നാണ്. കണ്ണുകളിലൂടെ അശ്ലീലം കാണുന്നു, GnRH വരുന്നു. ചെവിയിലൂടെ കേൾക്കുന്നു, ഹോർമോൺ വരുന്നു. ഇവൻ ഇതുവഴി വന്ന് താഴെ വന്നിട്ടാണ് ആണിന്റെയും പെണ്ണിന്റെയും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ തടയേണ്ടത് എവിടെയാണ്? ഇവിടമല്ല, ഇവിടെ. കണ്ണുകൾ, ചെവി, ഇവ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നീ കണ്ടുകൂട്ടിയ അശ്ലീലത്തിന്റെ കണക്ക് അവിടെ രേഖപ്പെടുത്തേണ്ടി വരും. ഖുർആന്റെ ആശയം അതാണ്. കണ്ണ്, ചെവി, നാക്ക്, അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. തീർന്നില്ല. അപ്പൊ ടൈറ്റ് ജീൻസ് വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോ ഈ പറയുന്ന ഒവേറിയൻ ഫോളിക്കിൾ ഡാമേജ് ആയാൽ 5ാമത്തെ കാര്യമാണ്, ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന നല്ലൊരു പയ്യന് കുഞ്ഞുങ്ങൾ ജനിക്കില്ല. ഇനി ഒരെണ്ണം കൂടെ ആണ് പറയാൻ പോകുന്നത്. ഹദീസ് പറയുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് എനിക്കറിയില്ല. അന്ത്യനാളുകളിൽ പടച്ചോൻ ദൃഷ്ടി പുലർത്താത്ത 3 പേരോടാണ്. അതിലെ 1, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന മക്കൾ. ആ മാതാപിതാക്കളോട് അനീതി കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന നിഷേധികളോട് എത്ര പ്രാർത്ഥിച്ചാലും ഉപയോഗമൊന്നുമില്ല, അവർ ക്ഷമിക്കാത്തിടത്തോളം കാലം. 2, പുരുഷവേഷം ധരിച്ച സ്ത്രീ. പുരുഷവേഷം ധരിച്ച സ്ത്രീയെ പടച്ചോൻ അന്ത്യനിമിഷം മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നു. ഇത് ഈ ഹദീസ് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈവക്കൂ, താത്തു വയ്ക്കൂ. എന്നിട്ട് നീ ജീൻസും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അത് പുരുഷവേഷമല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നു. എന്താണ് അതിന്റെ കാര്യം? താങ്ക് യു. എന്താണ് അതിന്റെ കാര്യം? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ നേരത്തെ നോക്കി ഇവിടെ വന്നോ ഇല്ലയോ എന്ന്. എന്നെ ബഹ്റിനിൽ കൊണ്ടുപോയി ക്ലാസ് എടുത്ത പടച്ചോൻ സെലക്ട് ചെയ്ത ബഹ്റിൻ KMCCയുടെ മെമ്പേഴ്സാണ് മുസ്തഫ സാഹിബ്. അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് കൊടുത്തത് അന്ന് കൊടുത്തോണ്ട് വരാൻ ഞാൻ മറന്നുപോയതിന് ആ മനുഷ്യൻ ഇന്ന് അതും ചുമന്നുകൊണ്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നു. ബാക്കി അദ്ദേഹം പറയും. അപ്പൊ ഞാൻ പോയിന്റിലേക്ക് വരാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു പെൺകുട്ടിക്ക് പുരുഷന്റെ വേഷം കൊടുക്കുമ്പോൾ, ആണിന് പെണ്ണിന്റെ വേഷം ധരിക്കുമ്പോൾ അവരുടെ ചിന്തകളിൽ, നിങ്ങൾ ജീൻസും ഷർട്ടും ഇട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ നമ്മളും ആരെപ്പോലെയാണെന്നുള്ള തോന്നൽ വരും. ഉറക്കെ പറയും, ഉറച്ചു പറയും. ആൺകുട്ടികളെ പോലെ തന്നെ, ആൺകുട്ടികളെ പോലെ തന്നെ എന്നുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളിൽ തന്നെ, ഒരു വ്യക്തിയിൽ തന്നെ ഈസ്ട്രോജനുമുണ്ട്, ആൻഡ്രോജനുമുണ്ട്. റൈറ്റ്? പെൺകുട്ടിയിൽ ഈസ്ട്രോജൻ കൂടുതലായിരിക്കും, ആണിൽ ആൻഡ്രോജൻ കൂടുതലായിരിക്കും. റൈറ്റ്? പെൺകുട്ടിക്ക് ഞാനും ആണിനെ പോലെയാണെന്നുള്ള തോന്നൽ വരുമ്പോ ഈസ്ട്രോജന്റെ അളവ് കുറയുമോ കൂടുമോ? ഉറക്കപ്പറ. കുറയുകയും ആൻഡ്രോജനായ പുരുഷന്റെ ഹോർമോൺ കൂടും. എന്റെ പെൺമക്കളെ, മാതാപിതാക്കളെ, ഒരു തുള്ളി ഹോർമോണിൽ മാറ്റം വന്നാൽ പിന്നെ ആ കുട്ടിക്ക് മക്കൾ ജനിക്കില്ല. ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ദിലീപ് പറഞ്ഞു, 2 മാസക്കാലം എടുത്തു ആ സ്ത്രീത്വഭാവത്തിൽ നിന്ന് ദിലീപിന് മുക്തി നേടാൻ. ഇനി ആലോചിക്ക്, പുരുഷവേഷം കെട്ടിയ സ്ത്രീ, ആ പെൺകുട്ടി പ്രസവിക്കുന്ന കുഞ്ഞിന് എന്ത് സ്വഭാവമായിരിക്കും? ആ കുഞ്ഞുങ്ങളുടെ പേരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഓർ നപുംസകം, ഹിജഡ.
ഇന്ന് 6 ലക്ഷത്തിലധികം കേരളത്തിൽ ജനിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ചിന്തകൾ കൊണ്ട് അങ്ങനെ ആകുന്നതാകാം, ഞാൻ പറഞ്ഞത് അതല്ല. ജന്മം നൽകുന്ന ഉമ്മ വാപ്പ, അതിന്റെ പുരുഷൻ പുരുഷനായിട്ടിരിക്കുകയും സ്ത്രീ സ്ത്രീത്വം അതപ്പതിക്കാതെ തന്നെ ഇരുന്നിട്ട് സൃഷ്ടിച്ചതാണ് നല്ല മക്കൾ ജനിച്ചത്. എന്നാൽ സ്ത്രീ തന്റെ സ്ത്രീത്വത്തെ അതപ്പതിപ്പിക്കുകയും പുരുഷൻ തന്റെ പുരുഷത്വത്തെ അതപ്പതിപ്പിക്കുകയും ചെയ്തിട്ട് സൃഷ്ടികൾ നടക്കുമ്പോൾ ജനിക്കുന്ന പെൺകുട്ടിയുടെ സ്വഭാവം കാഴ്ചയിൽ പെണ്ണായിട്ട് തോന്നിയാലും സ്വഭാവം എന്തായിരിക്കും? ആണിൻ്റെതായിരിക്കും. ആ പെൺകുട്ടിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ ട്രാൻസ്ജെൻഡറുകളായിരിക്കും. അപ്പം ഇന്നത്തെ തലമുറയിൽ കാണുന്ന പല കഥാപാത്രങ്ങളുടെയും അടുത്ത തലമുറ മക്കൾ വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഞാൻ മുമ്പ് വിളിച്ചു പറഞ്ഞത് പലതും സത്യങ്ങളായി ഇന്ന് ഒരുപാട് പേര് അംഗീകരിച്ചതിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ ക്ലാസും. ഇന്ന് ഞാൻ 24 ലോക രാജ്യങ്ങൾ കഴിഞ്ഞതും പോയ രാജ്യങ്ങളിൽ വീണ്ടും വീണ്ടും വിളിക്കുന്നു. പടച്ചോൻ വളർത്തുന്നു, നല്ല മനസ്സുള്ള മനുഷ്യർ വളർത്തുന്നു. അടുത്ത മെയ് 6-ാം തീയതി ഖത്തറിൽ 3000-ഓളം വരുന്ന കൂട്ടായ്മയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അറിയാനുള്ളവരുടെ എണ്ണം കൂടി വരുന്നു. ഇതാ കണ്ടോളൂ, നിഷേധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന മക്കൾ ഈ തരത്തിലിരിക്കും. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. അവർക്കുണ്ടാകുന്ന പുതിയ രോഗമാണ് സെറിബ്രൽ പൾസി, ഓട്ടിസം. ഇങ്ങനെയുള്ള പല പല സാധനങ്ങളിലേക്ക് സംഗതികൾ എത്തിച്ചേരും. കണ്ടോളൂ, ജീൻസ് പാൻസ് ഇട്ട് വിത്ത് മോശമായാലും പോരേടം മോശമായാലും അണ്ടം മോശമായാലും വരുന്നത് ഓട്ടിസം. ഒന്ന് ദാ, ഇതൊരു ആൺകുട്ടിയാണ്. യൂറോപ്പിലുള്ള പലർക്കും പടച്ചോൻ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ആ ശിക്ഷ ഇവിടെ വന്നു തുടങ്ങി കേരളത്തിൽ. ഈ അമ്മയുടെ മകനാണ് ഈ ആൺകുട്ടി. പക്ഷെ ഈ ആൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം മരുന്ന് അമ്മ കൊടുക്കുന്ന എങ്ങനെ നോക്കി. ആ മകളും രോഗിയായി. ആ അമ്മ ഇട്ടേക്കുന്ന ജീൻസ് ആണ്, അത് മറക്കരുത്. കണ്ടോ, ഇറ്റ് ഈസ് ഓട്ടിസ്റ്റിക് സിംറ്റംസ്. പിടിവാശി, മുൻകോപം, നിഷേധം, അനുസരണയില്ലായ്മ.